അസ്സലാമു അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് കേട്ടോ. രാത്രി 10:30 മണിയായിട്ടുണ്ട്. ഇന്ന് മുഹറം 10-ൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാവ വിളിച്ചിട്ട് പറഞ്ഞത് 10:30 ആകുമ്പത്തിന് ഞാൻ ലാൻഡ് ചെയ്യും, വേഗം വരണമെന്ന്. അപ്പം പിന്നെ എന്തായാലും ഒന്നും നോക്കിയില്ല. കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ മരുമോന് വാവാക്ക് മീനെന്ന് പറഞ്ഞിട്ട് നല്ല കേരമീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ എന്താ പറയുക കുറച്ച് എടുത്ത് പുളി എന്താ മുളക് ചാറ് വെച്ചിട്ട്, ഞങ്ങൾ സാധാരണ അങ്ങനെ വെക്കാറില്ല, വാവാക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണത്. അപ്പോൾ അതുണ്ടാക്കി മീൻ പൊരിക്കാനൊക്കെ തേച്ച് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ഭക്ഷണമൊന്നും കഴിക്കാതെ ഇഷ നിസ്കരിച്ചു കേട്ടോ. പിന്നെ വരുമ്പോൾ ഇനി അതുപോലെ ലേറ്റായി 12 മണിയൊക്കെ ആയി നമ്മൾ ഇഷ തെറ്റുമല്ലോ. അപ്പോൾ നമ്മൾ വേഗം നിസ്കാരം കഴിച്ചിട്ട് ഞങ്ങൾ വേഗം പോയിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവൾ വന്ന വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോൻ്റെ ആ വാല്യൂ നമുക്ക് മനസ്സിലാവുക. കാരണം അതൊക്കെ എടുത്ത കാരണം നമുക്കതൊക്കെ കാണാൻ പറ്റിയല്ലോ. ഇപ്പോൾ പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ മുഴുവൻ വരുന്നതാണ്. ഇപ്പോൾ നമ്മളവിടെ നടക്കണമെന്നൊന്നും അറിയണില്ല, നമ്മൾ വരുന്നു പോണു. പക്ഷെ അത് വീഡിയോ എടുത്ത് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുക. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവൾ വന്നിട്ടിപ്പോൾ 3 വർഷമായിട്ടോ. പല കാര്യങ്ങൾ കൊണ്ടാണ് വരാതെ എന്ന്. കുറച്ച് നാൾ ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ പിന്നെ ഇപ്പോൾ യുദ്ധമായിരുന്നു. അപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ പിന്നെ ഇവിടെ പെട്ടുപോകുമോ എന്നുള്ളതിൽ അങ്ങനെ വരാണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഈ വർഷം എന്തായാലും വരണം. കാരണം ഇത്രയും ഉണ്ടായാലും നമുക്കാണെങ്കിൽ കാണാനായിട്ട്, മോളാണെങ്കിൽ മോളെയും ഒക്കെ കാണണ്ടേ. പിന്നെ അങ്ങനെ ഈ വീഡിയോ കോളിൽ മാത്രം കണ്ടല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ആ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ പഠിച്ചോനെ എന്തൊരു വിഷമമായിരുന്നു അറിയാം. ഇനി കാണൂലേന്ന് അങ്ങനെ ചിന്തിക്കും ഞാനൊക്കെ. പഠിച്ചോനെ മക്കളെ ഇങ്ങനെയുള്ള വെച്ചാൽ അവർ പോവാതിരിക്കാനും പറ്റൂല. നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ സങ്കടവും വരും. അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതാ അവർ വരിക എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു 10:30 ആകുമ്പത്തിന് ലാൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് എത്തണം. ഞങ്ങൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ എയർപോർട്ടിൽ എത്തിട്ടോ, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ. അപ്പം ഞങ്ങളിത് കേട്ട പാടന്നെ വേഗം പോന്നിട്ടുണ്ടായി. ഇപ്പോൾ ഒരാഴ്ചയായി ഞങ്ങളിങ്ങനെ വരും എന്നിങ്ങനെ വിചാരിച്ചു തന്നെ ഇരിക്കണം. അവൾ സസ്പെൻസായി വരണം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതാ നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ എത്താറായി, ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു വൈവാണ് ഇവിടെ. കാരണം എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം നമ്മളെല്ലാ ദുഃഖങ്ങളും മറക്കും. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ലൈറ്റും അതുപോലെ അവിടെ വരുന്ന ആളുകളും പോണ ആളുകളും അവരെ കൊണ്ടുവരാൻ വരുന്നവരോ കൊണ്ടാക്കാൻ വരുന്നവരൊക്കെ ആ ഒരു എന്താ പറയുക, അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. പോകുമ്പോഴുള്ള സങ്കടം, വരുമ്പോഴുള്ള സന്തോഷം. ഞങ്ങൾക്ക് മുമ്പ് എന്നുള്ളത് ഇന്ന് രാത്രി ആയാൽ ഒരു വൈകുന്നേരം ആയാൽ താജ് ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഞങ്ങൾ മുമ്പൊക്കെ പറഞ്ഞാൽ എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. മഹരിബൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ വേഗം എയർപോർട്ടിലേക്ക് വരും. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പാർക്കൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പള്ളിയിൽ നിന്നൊക്കെ നമസ്കരിക്കും. എന്നിട്ട് ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യും. വരുന്ന ആളുകളെയൊക്കെ കണ്ടിട്ട് പിന്നെ ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. അന്നൊക്കെ എൻ്റെ മക്കൾ പഠിക്കുകയാണ്. അപ്പോൾ കുറേ സമയം നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ എന്തൊക്കെയോ ഒരു നല്ല കുളിർമ കേട്ടോ. അപ്പോൾ ഏകദേശം ടോളെത്തി. ഇനി നമ്മളിങ്ങനെ അവരെ കാണാനുള്ള ആകാംക്ഷയോടെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തി കുറച്ച് നേരം കേട്ടോ, ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റോളം ആയപ്പോഴാണ് അവൾ വിളിച്ചത്. അതുവരെ ഞങ്ങളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എടുക്കുന്നുണ്ടായില്ല. അപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചപ്പോൾ ഫോണും ബാഗിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയൊക്കെ എന്തൊരു ഇതാണ്, എന്തൊരു രസമാണ് അറിയാം. നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ കുറച്ച് നേരമൊക്കെ എയർപോർട്ടിലൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല രസം, നല്ല കാറ്റും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്കങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ നിന്നിട്ടില്ല. ഞങ്ങൾ വന്ന് ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ അവൾ വരികയും ചെയ്തു. ഞങ്ങൾ പിന്നെ തിരിച്ചു പോരുകയും ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് വേഗം വീട്ടിലെത്തണം എന്നാണ് നമ്മൾ ചിന്തിക്കുക. പിന്നെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മരുമോനും
മോളും കുട്ടിയാണ് വരുന്നത്. അപ്പോൾ അവൾ എന്താ വെച്ചാൽ മരുമൻ പോവും കേട്ടോ, നേരെ ഒരു വീട്ടിലേക്ക് പോകും. പിന്നെ ഞങ്ങളൊക്കെ കാണുകയാണല്ലോ. പിന്നെ നാളെ വരാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവളെ ഒരു ദിവസം നമ്മളെടുത്ത് നിന്നിട്ട് ഇന്നാണ് അവർ പോട്ടെ. ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇന്ന് അവൾ പോട്ടെ. അവരെ വാപ്പാൻ്റെ ഒരു ഇതാണ് എപ്പോഴും അപ്പൂൻ്റെ അടുത്ത് ഒരു ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. കാരണം അത് മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇതാണല്ലോ, നമ്മളെ പെൺമക്കൾ നമ്മളെ അടുത്തുനിന്ന് പോയാൽ. ഇപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാട്ടല്ല എങ്കിലും അവരെക്കാളും കുറച്ചും കൂടി അവർക്ക് മക്കൾക്ക് നമ്മളടുത്ത് നിൽക്കാനും ഉമ്മമാർക്കും കൂടപ്പിറപ്പുകൾക്കും അവരെ കാണാനൊക്കെ ഒരു ഇതായിരിക്കും. അതിന് അവരും കൂടി സമ്മതം തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതാട്ടാ അവരിങ്ങനെ എത്താറായിട്ടോ, ഏകദേശം ഇങ്ങനെ എത്താറായിട്ട് ഇങ്ങനെ കാത്തിരിക്കണതാ. അവർ എൻട്രി ചെയ്യുന്ന അവർ വരുന്നുണ്ട്. ഞാൻ വേഗം അമ്മൂൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, വാവാൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ, വാവ അമ്മു അതുപോലെ തന്നെ എൻ്റെ മരുമോനും ഭയങ്കര ഇതാട്ടോ. എനിക്ക് ആൺകുട്ടികളില്ലാത്തതിന് വാരം തന്നെയാണ് കേട്ടോ എൻ്റെ മരുമക്കൾ. ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ എന്താ പറയേണ്ടത്, നിമിഷം നമുക്ക് ഒരിക്കലും എന്താ പറയുക, നമുക്കത് എങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ആ ഒരു നിമിഷമാണ് ഇപ്പോൾ നമ്മളത്. അപ്പോൾ ഇനി ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് പിന്നെ എൻ്റെ മരുമോൻ അങ്ങനെ അങ്ങോട്ട് പോയി. ഇനി നാളെ വാവാനെയും അമ്മൂനെയും വിളിക്കാനായിട്ട് വൈകിട്ട് വരും. അതുവരെ നമ്മളെടുത്ത് അവർ. അപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. സന്തോഷം അൽഹംദുലില്ലാ. ഏതായാലും അൽഹംദുലില്ലാ ഒരുപാട് സ്തുതി റബ്ബിനോട് എൻ്റെ കുട്ടീനെ കാണാനും ഒക്കെ പറ്റിയത്. ആ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് സ്തുതി. ഇതൊക്കെ നമ്മൾ റബ്ബിനോടാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.